അവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു എഗ് മസാലയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ലൊരു എഗ് മസാലയാണ് കേട്ടത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ നൂൽപുട്ട്, വെള്ളയപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു എഗ് മസാലയാണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു എഗ് മസാല തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 3 വലിയ സവാളയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത്. സവാള പൊടിയായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് ചേർക്കാനായിട്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സവാളൊക്കെ നല്ലോണമൊക്കെ ഒന്ന് കളറ് മാറി വരണം. നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് വന്നാൽ മാത്രമാണ് കേട്ടോ ഈ ഒരു എഗ് മസാലക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നല്ലോണം തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ അതേ നല്ലോണം തന്നെ മാറിയിട്ട് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ ഏറ്റവും ആദ്യം ചേർക്കുന്നത്. അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. പിന്നെ അതേ അളവിൽ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി അങ്ങനെ പൊടിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലപ്പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി പേസ്റ്റാണ്. ഞാനിവിടെ 2 വലിയ തക്കാളി മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തക്കാളി അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കൊന്നും ചെയ്യരുത്. അപ്പോൾ ആ ഒരു 2 തക്കാളി അരച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു പേസ്റ്റൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു തക്കാളി പേസ്റ്റിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ തക്കാളിയുടെ ജ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അതിപ്പോൾ നല്ലോണം തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3/4 ഗ്ലാസ്സോളം നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കൊന്നും ചെയ്യരുത്. നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 6 മുട്ടയാണ് ചേർക്കണത്. കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു മസാല ഇതിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് നേരം വേണ്ട. ഈ ഒരു മസാലയൊക്കെ റെഡി ആയിട്ടുള്ളതാണ്. ഒരു മുട്ട ചേർത്തിട്ട് കുറച്ച് നേരം മാത്രം ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നിർബന്ധമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എഗ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.